ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പം നമ്മളുടെ നെക്സ്റ്റ് സ്പോട്ട് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. മൂന്നാർ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം മാത്രം കേട്ടോ ഉണ്ടാവുള്ളൂ. 100 രൂപയാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അതിനുള്ള ദൂരത്താണ്, അതിന് മാത്രം അതിൽ കാണാനുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയ ടൈമിൽ. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് ഒക്കെ അവിടെ കാണാൻ പറ്റും. നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഫ്ലവേഴ്സ് ഒക്കെ നിൽക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റിനൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കാനും നല്ല സ്പോട്ടും കാര്യങ്ങളൊക്കെ അവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നടന്നിട്ട് കാണാനുണ്ട് കേട്ടോ. കാരണം ഹൈ റേഞ്ച് ആയതുകൊണ്ട് കയറിയും ഇറങ്ങിയിട്ടൊക്കെയാണ് ഈ ഒരു പാർക്കിന്റെ സ്ട്രക്ചർ തന്നെ ഇരിക്കുന്നത്. പുതിയ റൈഡ് ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോയ ടൈമിൽ ആദ്യം മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കയറി നിൽക്കാനും ഒക്കെ അവര് കുറച്ച് സ്പോട്ടുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. നമുക്ക് കയറി നിന്നിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. മൊത്തത്തിലൊരു ആ പാർക്കിൻ്റെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റും. അത്യാവശ്യം വീതിയും വലിപ്പമൊക്കെ ഉള്ളൊരു പാർക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ടാണ് കേട്ടോ അതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറുതായിട്ട് ലാൻഡ് സ്ലൈഡൊക്കെ ഒരു സൈഡിൽ നടന്നിട്ടുണ്ട് കേട്ടോ. വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും പുതിയ പുതിയ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോയ ടൈമിലൊക്കെ തിരക്ക് കുറവായിരുന്നു. ഈവനിങ് ടൈമിൽ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നല്ല റഷ്. ആ ഒരു സ്പോട്ടിലാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. ഇതൊക്കെ പാർക്കാണ്, കുട്ടികളുടെ പാർക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒരുപാട് ചുറ്റിക്കറങ്ങി കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് കയറി നിൽക്കേണ്ടി വരും. ചുറ്റിക്കറങ്ങി കാണലും ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു. പിന്നെ തിരിച്ച് ടൗണിലേക്ക് തന്നെ വന്നിട്ട് ഞങ്ങൾ റിപ്പിൾ ടീ കുടിക്കാൻ പോയി. മൂന്നാർ ടൗണിലെത്തിയ സാധാരണ ഇതെല്ലാവരും ഈ ഒരു ചായ കുടിക്കാറുണ്ടാവും. റിപ്പിൾ ടീ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് വരുന്ന തേയിലാണല്ലോ. അപ്പം നമ്മൾക്ക് അതൊന്ന് കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.